പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജപമാല ധരിക്കുമ്പോൾ അത് സ്വർഗീയ ആഭരണവും, ജപമാല പ്രാർത്ഥിക്കുമ്പോൾ അത് അന്ധകാര ശക്തികൾക്കെതിരെയുള്ള, സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായ അപ്രതിരോധ്യമായ ആയുധവുമാണ്. ഓരോ പ്രാവശ്യം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുൾ ചെയ്ത വചനം അന്വർത്ഥമാകുകയാണ്. ജെറമ്യാ 31:22. കർത്താവ് ഭൂമിയിൽ ഒരു അത്ഭുത സൃഷ്ടി നടത്തിയിരിക്കുന്നു. സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. അതെ, കർത്താവ് പരിശുദ്ധ അമ്മ വഴി തൻ്റെ മക്കളെ അണിയിക്കുന്ന താലിയാണ് ജപമാല. താലി ധരിക്കുന്നവർ താൻ മറ്റൊരാളുടേതാണ്, താൻ ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ നിറവേറ്റും, ആ വ്യക്തി എന്നെ സംരക്ഷിക്കുന്നുവെന്ന് ലോകത്തോട് പറയുകയാണ്. ജപമാലയാകുന്ന താലി അണിയുമ്പോൾ താൻ പരിശുദ്ധ അമ്മയുടേതാണ്, തൻ്റെ യജമാനൻ യേശുവാണ്, എൻ്റെ ഭവനം സ്വർഗമാണ് എന്ന് ഉറപ്പിക്കുകയാണ്. 9-ാം പീസ് പാപ്പ വാളേന്തിയിരിക്കുന്നവരെക്കാൾ കൈകളിൽ കൊന്ത പിടിച്ചിരിക്കുന്ന സൈന്യം കൂടുതൽ ശക്തമാകുന്നു എന്നും വിശുദ്ധ അൽഫോൻസ് ലിഗോരി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ രക്ഷിക്കാൻ വിശുദ്ധ ബലി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ഉപാധി ജപമാല സഖ്യത്തിൽ ചേരുകയാണ് എന്നും പറയുന്നു. ദൈവമക്കളെ, കൊന്ത ധരിച്ച്, കൊന്ത ധാരാളമായി ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വന്തമായി യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാം. കർത്താവ് സംരക്ഷിക്കും. ഈശോ പരിശുദ്ധ കന്യകാമറിയം വഴി നമ്മെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.